സങ്കീർത്തന ഗ്രന്ഥത്തിൽ ഏറ്റവും പഴക്കമുള്ളതാണ് 29-ാം സങ്കീർത്തനം. സ്വരമാണ് ഇതിലെ ഇതിവൃത്തം. പ്രപഞ്ചത്തിൽ മുഴങ്ങുന്ന ദൈവസ്വരത്തിന് സമാന്തരമായി ദേവാലയത്തിൽ ഉയർന്ന സ്തോത്രഗീതം സങ്കീർത്തകനിൽ സമാധാന അഭിവാഞ്ചയാണ് ഉളവാക്കുന്നത്. കർത്താവ് നമുക്ക് ശക്തിയും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. സിംഹാസനസ്ഥനായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തിനു ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തിനു ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്നു പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതേ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്കുമീതേ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. സഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തിനു ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു, സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം
മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. അതു വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്നെല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവു ജനസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തിനു ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം